ഓക്കെ, സോ ഹൈ ഓൾ, വെൽക്കം ടു ടീമേറ്റ്സ് അക്കാഡമി. എല്ലാവർക്കും ടീമേറ്റ്സ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് ഒക്കെ ആയിട്ട് SSCയുടെ ഭാഗത്ത് നിന്ന് വളരെ പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ 2026 സെലക്ഷൻ പോസ്റ്റുകളുടെ ഫേസ് 14 നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നിട്ടുണ്ട്. സോ കറന്റ് നമുക്ക് അതിൻ്റെ വിൻഡോ ഓപ്പൺ ആണ്. അപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ചേഞ്ചസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന എക്സാമ്പിൾ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പോകും. നമുക്കറിയാം എപ്പോഴും SSCയുടെ ഭാഗത്ത് നിന്ന് ഈ പ്രധാനപ്പെട്ട പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകാറുള്ളത് ഈ സെലക്ഷൻ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻസിലാണ്. ഇവൻ ലാസ്റ്റ് സെലക്ഷൻ പോസ്റ്റിന് നോട്ടിഫിക്കേഷൻ വന്നപ്പോഴാണ് നമുക്ക് എഡ്യൂക്കേറ്റ് നമ്മുടെ വെൻഡർ ചേഞ്ച് ഒക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുറച്ച് ചേഞ്ചസ് ഒക്കെ ഇത്തവണത്തെ സെലക്ഷൻ പോസ്റ്റ് നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഈ പറയുന്ന നമുക്ക് 4th തൊട്ട് തന്നെ എന്താണ് ഈ പറഞ്ഞ നമുക്ക് ഡേറ്റ് കറന്റ് നമുക്ക് ആക്റ്റീവ് ആണ്. നമുക്ക് കറന്റ് ആക്റ്റീവ് ആണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് May 4th ആണ്. ആൻഡ് 13th ആണ് നമുക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. April 13th മുതൽ നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷനുള്ള വിൻഡോ നമുക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കറന്റ് ആക്റ്റീവ് ആണ്. അപ്പോൾ എന്താണ് സെലക്ഷൻ പോസ്റ്റുകളെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരുപാട് ക്വാളിഫിക്കേഷൻസ് വരുന്ന പല പല ഏജ് ഗ്രൂപ്പുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന ഈ MTSന്റെ ഒക്കെ കാറ്റഗറിയിൽ പെടാത്ത കൺസോളിഡേറ്റഡ് പോസ്റ്റിനെ നമ്മൾ എന്തെന്ന് പറയാം, സെലക്ഷൻ പോസ്റ്റ് എന്ന് പറയാം അല്ലേ. അത് മെട്രിക്കുലേഷൻ ലെവൽ പോസ്റ്റുകൾ ഉണ്ടാകാം, ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകൾ ഉണ്ടാകാം, +2 ലെവൽ പോസ്റ്റുകൾ ഉണ്ടാകാം. അപ്പോൾ ചില സ്പെസിഫിക് ക്വാളിഫിക്കേഷൻസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതുപോലെ ചില സ്പെസിഫിക് സബ്ജക്ട്സിൽ ഗ്രാജുവേഷൻ ഉള്ളവർക്ക് മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന പോസ്റ്റുകളുണ്ട്. സോ അങ്ങനെ ഏകദേശം 300+ പോസ്റ്റുകളാണ് വരുന്നത്, ഏകദേശം 300+ പോസ്റ്റുകൾ വരുന്നുണ്ട്. എല്ലാം കൂടെ 3003 വേക്കൻസീസ് കറന്റ് എന്ത് ചെയ്തിട്ടുമുണ്ട്, ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പല പല കാറ്റഗറിയിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പല ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന പോസ്റ്റുകൾ നമ്മൾ എന്തെന്ന് പറയാം, സെലക്ഷൻ പോസ്റ്റുകൾ എന്ന് പറയാം അല്ലേ. അപ്പോൾ കറന്റ് വിൻഡോ ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ഫീ പേയ്മെന്റിനായിട്ടുള്ള ഡേറ്റ് വന്നിരിക്കുന്നത് May 5th ആണ് നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കറക്ഷൻ വിൻഡോ നിങ്ങൾക്ക് ഓപ്പൺ ആയിരിക്കും. കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നത് 11/5/2026 മുതൽ 13/5/2026 വരെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷന്റെ ഫീസ് ആയിട്ട് വരുന്നത് 100 രൂപയാണ്. ഓക്കെ, 100 rupees ആണ് നിങ്ങൾക്ക് എന്തായിട്ട് വരിക, ഓൺലൈൻ ആപ്ലിക്കേഷന്റെ ഫീസ് ആയിട്ട് വരിക. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടൊന്ന് നോട്ട് വരുന്നത് ഇവിടുത്തെ ഏജ് ലിമിറ്റ് ആണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പോസ്റ്റ് മാറുന്ന അനുസരിച്ച് നമുക്ക് എന്തും ചേഞ്ച് ചെയ്യുന്നതോടെയിരിക്കും ഏജ് ലിമിറ്റ് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ നിങ്ങൾ എപ്പോഴും ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സീരിയൽ നമ്പർ നിങ്ങൾ എപ്പോഴും നോട്ട് ചെയ്തേക്കാം. ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സീരിയൽ നമ്പർ നിങ്ങൾ എപ്പോഴും നോട്ട് ചെയ്യുക. ഓരോ പോസ്റ്റ് അനുസരിച്ച് ആ സീരിയൽ നമ്പർ അവിടെ മെൻഷൻ ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ പല ഏജ് ഗ്രൂപ്പ് വരുന്നുണ്ട്. 18 to 25 ഇയേഴ്സ് വരുന്നുണ്ട്, 18 to 27 ഇയേഴ്സ് വരുന്നുണ്ട്. ആൻഡ് ഇവിടെ ഡേറ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട് അല്ലേ, 2/1/2001 മുതൽ അതുപോലെ എന്താണ് 1/1/2 ആ ഒരു എന്ത് ചെയ്യുന്നുണ്ട്, ഇയറും ഗ്യാപ്പും എല്ലാം അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ഏതൊരു പോസ്റ്റ് വരുമ്പോൾ ഈ പറഞ്ഞ പല മൾട്ടിപ്പിൾ ഏജ് ഗ്രൂപ്പ് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഏത് പോസ്റ്റിനാണോ അപ്ലൈ ചെയ്യുന്നത്, നിങ്ങൾ ഏത് പോസ്റ്റിനാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ആ സ്പെസിഫിക് ആയിട്ടുള്ള ഏജ് ഗ്രൂപ്പ് ആ സീരിയൽ നമ്പർ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്യുക. ആ ഒരു സീരിയൽ നമ്പർ നോട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് മൾട്ടിപ്പിൾ ഏജ് ഗ്രൂപ്പ്സ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഏതൊക്കെയാണ് ഇയർ എന്നുള്ളതും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സ്പെസിഫൈ ചെയ്ത് നിങ്ങൾക്ക് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ക്വാളിഫിക്കേഷൻ വരുന്ന പോലെ തന്നെ ഏജ് ഗ്രൂപ്പും ഓരോ പോസ്റ്റ് മാറുന്നതനുസരിച്ച് നമുക്ക് വ്യത്യാസം വരുന്നുണ്ട് എന്നുള്ള കാര്യം അവിടെ എന്ത് ചെയ്യണം, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ദെൻ നമുക്ക് വരുന്നത് മറ്റെല്ലാ പോസ്റ്റുകളും പോലെ ഇവിടെ നമുക്ക് എന്ത് വരുന്നുണ്ട്, ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. SC/ST കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 5 വർഷമാണ് നിങ്ങൾക്ക് എന്ത് വരിക, ഏജ് റിലാക്സേഷൻ വരിക. OBC കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 3 years ആണ്, 3 വർഷമാണ്. അതിൽ നിങ്ങളുടെ എന്താണ് മാക്സിമം ഏജ് ലിമിറ്റിനേക്കാൾ റിലാക്സേഷൻ നിങ്ങൾക്ക് വരുന്നത്. ആൻഡ് ഫിസിക്കൽ ഡിസബിലിറ്റി വരുന്ന കേസിലാണെന്നുണ്ടെങ്കിലും അവിടെ 10 years. ആൻഡ് അതിനും OBC SC/ST കാറ്റഗറിക്ക് അഡീഷണൽ ആയിട്ട് 3 വർഷവും 5 വർഷവും എന്ത് വരുന്നുണ്ട്, അവിടെ റിലാക്സേഷൻ വരുന്നുണ്ട്. സോ ഏജ് റിലാക്സേഷൻ മറ്റ് എക്സാമ്പിൾ പോലെ തന്നെ ആ ഒരു പ്രൊസീജിയർ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഒന്നും എന്ത് ചെയ്യേണ്ട, ഉണ്ടാവേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഏജ് റിലാക്സേഷൻ്റെ കാര്യം എല്ലാവരും അവിടെ ഒന്ന് നോട്ട് ചെയ്തേക്കാം. ദെൻ നമുക്ക് ഈ പറയുന്ന പോലെ ഓരോ കാറ്റഗറിയിൽ നമ്മുടെ എക്സ് സർവീസ്മെൻ്റെ കാര്യങ്ങളും എല്ലാം എത്രയൊക്കെയാണ് ഏജ് ഗ്യാപ്പ് എന്നുള്ളതും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ സ്പെസിഫിക് പറയുന്നുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് സിവിലിയൻ എംപ്ലോയ്മെന്റ്സിൻ്റെ ഒക്കെ എത്രയാണ്, 40 years ആണ്, അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഏജ് റിലാക്സേഷൻ പെട്ടെന്ന് ഒരുപാട് കാറ്റഗറീസിൻ്റെ പറയുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോട്ടിഫിക്കേഷനിൽ നോക്കുക. നോർമൽ പ്രൊസീജിയേഴ്സ് തന്നെയാണ്, വലിയ വ്യത്യാസങ്ങൾ മറ്റ് പോസ്റ്റുകളായിട്ട് ഈവൻ MTS ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, റിലാക്സേഷൻ്റെ കേസിൽ വരുന്നില്ല. ഓക്കെ, ദെൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. സോ എന്തുകൊണ്ട് സ്പെസിഫൈ ചെയ്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ, ഈ സെലക്ഷൻ പോസ്റ്റ് എന്ന് പറയുന്നത് പലപ്പോഴും SSCയിലെ ഫ്രഷേഴ്സ് ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് നമ്മുടെ ഈ ഒരു സെലക്ഷൻ പോസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. സോ ഫസ്റ്റ് ടൈം ഒക്കെ അപ്ലൈ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കും. സോ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബാക്കിയെല്ലാം നിങ്ങളിപ്പോൾ ഓൾറെഡി ഇതൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആസ്പിറൻസ് ആണെന്നുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെലക്ഷൻ പോസ്റ്റ് അല്ലെങ്കിൽ SSC എക്സാംസിന് വേണ്ടി ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ
നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഡേറ്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് ഡേറ്റ് സബ്മിഷന്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം നെക്സ്റ്റ് മന്ത് 4th വരെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഈ വൺ ടൈം രജിസ്ട്രേഷൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പുതിയ സൈറ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു സൈറ്റ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, കാരണം പലരും ഓൾഡ് സൈറ്റിലേക്ക് പോകാറുണ്ട്, പക്ഷെ അതിപ്പോൾ എന്തല്ല വാലിഡ് അല്ല. സോ നമ്മൾ ഈ മെൻഷൻ ചെയ്തിരിക്കുന്ന ഈ ഒരു സൈറ്റ് യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ആൻഡ് ആധാർ ബേസ്ഡ് ഒതന്റിക്കേഷൻ ആണ് അവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് എന്ത് ചെയ്തേക്കാം, ഒന്ന് നോട്ട് ചെയ്തേക്കാം. ഓക്കെ, ലാസ്റ്റ് ഡേറ്റ് എപ്പോഴും മൈൻഡിൽ നിങ്ങൾ വെച്ചേക്കാം. നമുക്ക് ഈ പറയുന്ന എല്ലാ കാറ്റഗറീസ് അല്ലെങ്കിൽ നമുക്കറിയാം ഈ ലാസ്റ്റ് ഡേറ്റിന് ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന കാറ്റഗറീസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇതിൽ മെൻഷൻ ചെയ്യുന്ന ക്വാളിഫിക്കേഷൻസ് ആണെങ്കിലും എല്ലാം നമ്മൾ അത് ഉണ്ടായിരിക്കേണ്ട ആ ഒരു ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് ഏത് തന്നെയാണ്, ഈ പറയുന്ന May 4th തന്നെയാണ്. ഓക്കെ, അതേപോലെ ഒരു ഗ്രാജുവേറ്റ് ലെവൽ എക്സാം നമ്മൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഡേറ്റിനകത്ത് നമ്മൾ എന്തായിരിക്കണം, നമ്മൾ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. +2 ആണ് ലെവൽ എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഡേറ്റിനകത്ത് നമ്മൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. സോ അതുപോലെ നമ്മൾ കാറ്റഗറി വൈസ് റിലാക്സേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും അതും ഈ പറയുന്ന പോലെ ഈ ഒരു ഡേറ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അതിന് എലിജിബിൾ ആയിരിക്കണം. സോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞുള്ളത് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് അല്ല, അത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ടൈമിൽ മാത്രം മതി, നിങ്ങൾ പ്രസന്റ് ചെയ്താൽ മതി. പക്ഷേ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസും കാറ്റഗറീസും എല്ലാം ഈ ഒരു സ്പെസിഫിക് ഡേറ്റിനകത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, അതെല്ലാം മീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളത് മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, എടുത്ത് ഒരു അറിയിപ്പ് നമുക്ക് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് അവിടെ നിന്ന് നോട്ട് ചെയ്തേക്കാം. ദെൻ നമുക്ക് വരുന്നത് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീജിയണൽ ഓഫീസാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് കേരളത്തിൽ എക്സാം വരുമോ അല്ലെങ്കിൽ കേരളത്തിൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഓഫ് കോഴ്സ് വരുന്നുണ്ട്. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ കേരള കർണാടക റീജിയൻ നോക്കുമ്പോൾ കണ്ണൂർ, കോട്ടയം, ഇതുപോലെയൊക്കെ എന്താണ് കോഴിക്കോട് റീജിയൻ, തിരുവനന്തപുരം, എറണാകുളം ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വരുന്നുണ്ട്. പക്ഷെ അറിയേണ്ട കാര്യം ഇതെല്ലാം ടെൻഡേറ്റീവ് ആണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്തേക്കാം. ഓക്കെ, ഇതെല്ലാം ടെൻഡേറ്റീവ് ആണ്. അതായത് നമുക്ക് ഈ പറയുന്ന പോലെ എക്സാമിനേഷൻ സെന്ററിന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് പ്രിഫറൻസ് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പക്ഷേ കൊടുക്കുന്ന ടൈമിൽ നമുക്ക് ഈ പറയുന്ന നമുക്ക് 3 സെന്റേഴ്സ് വരെ പ്രിഫറൻസ് കൊടുക്കാനായിട്ട് പറ്റും. പക്ഷേ അത് ഈ പറയുന്ന പോലെ ടെൻഡേറ്റീവ് ആണെന്നുള്ള കാര്യം എന്ത് ചെയ്തേക്കാം, ഒന്ന് നോട്ട് ചെയ്തേക്കാം. അതുപോലെ തന്നെ പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക, നമ്മൾ എക്സാം സെന്റർ ഫോക്കസ് ഇത് കൊടുക്കുന്ന ടൈമിൽ പിന്നീട് നമുക്ക് കറക്ഷൻസിനുള്ള ഓപ്ഷൻസ് വരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് മാത്രങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടുത്തെ വേക്കൻസീസിന്റെ കാര്യമൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, സോ മൂവിങ് ഓൺ. അടുത്ത കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത് എങ്ങനെയാണ് എക്സാമിനേഷൻ സ്കീം. ഇവിടെയാണ് SSCയുടെ ഭാഗത്ത് നിന്നും ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. ആക്ച്വലി പുതിയത് എന്ന് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്കറിയാം ഓൾറെഡി ലാസ്റ്റ് ഇയറിൽ നടന്ന SSCയുടെ CPO എക്സാം ഉണ്ടായിരുന്നു അല്ലേ. SSCയുടെ CPO എക്സാമിന് ഈ ഒരു സ്കീം അവർ ഫോളോ ചെയ്തിരുന്നു. CPO എക്സാം നമുക്കറിയാം ഇവരുടെ മാർക്ക് കൂടുതലാണ്, നമുക്ക് ഈ പറയുന്ന പോലെ സെലക്ഷൻ പോസ്റ്റിന് CGLന്റെ ആ ഒരു ലെവലിലൊന്നും അല്ല വരുന്നത്. പക്ഷേ അവിടെ ഫോളോ ചെയ്ത ആ ഒരു സ്കീം, അതായത് ഈ പറയുന്ന പോലെ സെക്ഷണൽ ടൈമർ എന്ന് പറയുന്ന സിസ്റ്റം നമ്മൾ ഓൾറെഡി പറഞ്ഞു. പുതുതായിട്ട് ഈ പരിഷ്കാരങ്ങളൊക്കെ വരുമ്പോൾ പൊതുവേ ഇത് SSC ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ള ഇവിടെ തന്നെയാണ്, ഈ പറയുന്ന പോലെ സെലക്ഷൻ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. അപ്പോൾ പുതിയൊരു റിഫോം ഇവിടെയും SSC കൊണ്ടുവന്നിരിക്കുകയാണ്. എല്ലാവരും ഏറ്റവും ടെൻഷനോടെ കാത്തിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പക്ഷേ അതിൻ്റെ ബാറ്റ് സാധ്യത നമുക്കൊന്ന് പറയാം അല്ലേ. അപ്പോൾ ഈ തവണ ഈ സെലക്ഷൻ പോസ്റ്റുകളുടെ എക്സാമുകൾക്ക് SSC എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, സെക്ഷണൽ ടൈമർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഓരോ സെക്ഷനും 25 ക്വസ്റ്റ്യൻസ് വീതമാണ് വരുന്നത്. ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ്, 50 മാർക്സ്, അങ്ങനെ ടോട്ടൽ നമുക്ക് എത്രയാണ്, 200 മാർക്കാണ് നമുക്ക് എക്സാം വരിക അല്ലേ. സോ ഒരു റൈറ്റ് ആൻസറിന് നമുക്ക് എത്ര മാർക്കാണ്, 2 മാർക്കും. അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കിംഗ് എത്രയാണ്, 0.5 മാർക്കുമാണ് നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത്. പക്ഷേ ഇവിടുത്തെ വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഓരോ സെക്ഷനും അറ്റൻഡ് ചെയ്യാനായിട്ട് 15 മിനിറ്റ്സ് മാത്രമാണ്. അതായത് ഓരോ പാർട്ടും നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് 15 മിനിറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, സ്പെസിഫൈ ചെയ്ത് തരുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ മറ്റേതുപോലെ നമുക്കറിയാം ഓൾറെഡി CPO എക്സാം അറ്റൻഡ് ചെയ്തവർക്ക് ഈ ഒരു ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ള അറിയാം അല്ലേ. സെക്ഷണൽ ടൈമർ ആദ്യമായിട്ട് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്താണ് പറയുന്നത്, ഈ പറയുന്ന ജനറൽ ഇൻ്റലിജൻസ് പാർട്ട് അല്ലെങ്കിൽ ജനറൽ അവയർനെസ് പാർട്ട്, ഓരോ പാർട്ടും നമ്മൾ ഇതുപോലെ നോക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ഓരോ സെക്ഷനും 15 മിനിറ്റ്സ് വെച്ച് ടൈം കിട്ടുകയുള്ളൂ അല്ലേ. അല്ല നമുക്ക് ഓരോ സെക്ഷനും നമുക്ക് ഇഷ്ടമുള്ള ടൈം എടുത്തിട്ട്, നമുക്കറിയാം ചിലപ്പോൾ മാത്സിന് കൂടുതൽ ടൈം എടുക്കുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ലാംഗ്വേജ് പാർട്ടിന് കൂടുതൽ ടൈം എടുക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സിസ്റ്റം എന്ത് ചെയ്യുന്നില്ല, ഇത്തവണത്തെ എക്സാമിന് വരുന്നില്ല. ഇത്തവണത്തെ എക്സാമിൽ ഈ പറയുന്ന പോലെ ഓരോ സെക്ഷനും സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുള്ളൂ, 15 മിനിറ്റ്സ് വെച്ചേ കിട്ടുന്നുള്ളൂ. അതിനകത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. സോ കാൽക്കുലേഷൻ സ്പീഡിലൊക്കെ ആണെങ്കിലും മറ്റു കാര്യങ്ങളും കൂടുതൽ വർക്ക് ചെയ്യേണ്ട ഒരു ടൈമാണ്. പക്ഷേ പലർക്കും വരുന്ന ടെൻഷൻ എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന എക്സാമിൽ വരുമെന്നുള്ളത്. ഇപ്പോൾ CPOയുടെ എക്സാം അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം ഈ ഒരു ട്രെൻഡ് വന്നതുകൊണ്ട് തന്നെ അവിടെ മറ്റു കാര്യങ്ങൾ വലിയ ചേഞ്ചസ് ഉണ്ട്. ഈവൻ കട്ട് ഓഫിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ മാത്സിന് വെച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവലിലും ഒക്കെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. സോ ഈവൻ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്കറിയാം ഇവിടെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ഈ ആകെ ഒറ്റ ലെവലായിട്ട് എക്സാം നടക്കുന്നതുകൊണ്ട് ഇതൊരു മെറിറ്റ് സ്റ്റേജ് ആണ് അല്ലെ. ഇതൊരു മെറിറ്റ് സ്റ്റേജിൻ്റെ കീഴിലാണ്, ജസ്റ്റ് ഒരു ക്വാളിഫയിങ് സ്റ്റേജ് അല്ല.
അപ്പോൾ ഇതൊരു മെറിറ്റ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ ആയിരിക്കും പലപ്പോഴും ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുക. അപ്പോൾ മറ്റ് എക്സാമുകളിലേക്ക് എത്രത്തോളം വ്യാപിക്കുന്നു അല്ലെങ്കിൽ ക്വാളിഫയിങ് റൗണ്ടിലേക്ക് വരുമ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് അനലൈസ് ചെയ്യാം. അപ്പോൾ നിലവിൽ സെലക്ഷൻ പോസ്റ്റുകളുടെ കേസിൽ സെക്ഷണൽ ടൈമർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് SSC പൊതുവെ മറ്റ് എക്സാമുകളിലേക്ക് നടത്താറുള്ള പരിഷ്കാരങ്ങളെല്ലാം ഈ പറയുന്ന സെക്ഷണൽ ടൈമിംഗ് സെലക്ഷൻ പോസ്റ്റിലേക്കാണ് പലപ്പോഴും അപ്ലൈ ചെയ്യാറുള്ളത്. അപ്പോൾ അത് വരും കാലം നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. 15 മിനിറ്റ്സിൻ്റെ സെക്ഷണൽ ടൈമർ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പായിട്ടും അവിടെ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്തേക്കാം. ഓക്കെ, ആൻഡ് ഈ സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ള പറഞ്ഞ് നമ്മൾ ഈ പറഞ്ഞ ഫസ്റ്റ് സ്റ്റേജ് എന്ത് തന്നെയാണ്, ഈ പറയുന്ന പോലെ CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് തന്നെയാണ് വരുന്നത് എന്നുള്ളത് എന്ത് ചെയ്തേക്കാം, ഒന്ന് നോട്ട് ചെയ്തേക്കാം. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അതിൽ മറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ദെൻ അഡീഷണൽ സ്കില്ല് ആവശ്യമായിട്ടുള്ള ചില പോസ്റ്റുകൾക്ക് മാത്രം എന്ത് ചെയ്യും, ഈ പറയുന്ന പോലെ സ്കിൽ ടെസ്റ്റും കാര്യങ്ങളെല്ലാം വരും. അതിനുശേഷം ഡയറക്റ്റ് എന്ത് തന്നെയാണ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സ്റ്റേജ് തന്നെയാണ്. അതിനുശേഷം നേരെ എങ്ങോട്ടേക്ക് പോകും, ഈ പറഞ്ഞ CBT കഴിഞ്ഞതിന് ശേഷം അല്ലാത്ത പോസ്റ്റുകൾക്ക് നേരെ ഇത് എങ്ങോട്ടേക്ക് തന്നെ പോകും, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സ്റ്റേജിലേക്ക് തന്നെ പോകും. അപ്പോൾ അവിടെയാണ് നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങളുടെ ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നിങ്ങളുടെ കാറ്റഗറി ബേസ്ഡ് ഒക്കെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ പ്രസന്റ് ചെയ്യേണ്ട ഒരു ടൈം എന്ന് പറയുന്നത് ഈ ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സ്റ്റേജിലാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കോമൺ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട്. ഓക്കെ, കോമൺ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി വരുന്നുണ്ട്. സോ ഇപ്പം നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ പോസ്റ്റുകൾക്ക് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ മൾട്ടിപ്പിൾ ലെവൽ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അത് മെട്രിക്കുലേഷൻ ലെവലിലും ഗ്രാജുവേഷൻ ലെവലിലും ഒക്കെയുള്ള പോസ്റ്റുകളിലേക്ക് ഒരാൾക്ക് തന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഓരോ പോസ്റ്റുകളിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം. ഓക്കെ, നിങ്ങളിപ്പോൾ പല പല പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ രജിസ്ട്രേഷനിലൂടെ അല്ല നടക്കുന്നത്. ഓരോ പോസ്റ്റുകളിലേക്കും അല്ലെങ്കിൽ ഓരോ ലെവലിലേക്കും നിങ്ങൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. സോ അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആസ്പിറൻസ് ആണെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ കോമൺ കാൻഡിഡേറ്റ്സ് എന്ന് വിളിക്കും, അല്ലെ, കോമൺ കാൻഡിഡേറ്റ്സ്. സോ ദേ ക്യാൻ അപ്ലൈ ഫോർ സെവറൽ പോസ്റ്റ് ഓഫ് ഡിഫറെന്റ് ലെവൽസ്. പല ലെവലിലുള്ള പല പല പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ എന്തെന്ന് വിളിക്കും, കോമൺ കാൻഡിഡേറ്റ്സ് എന്ന് വിളിക്കും, അല്ലെ, കോമൺ കാൻഡിഡേറ്റ്സ്. സോ അവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവർക്ക് ഒരു ലെവലിലേക്ക് ദേ വിൽ ബി ഇഷ്യൂഡ് ഓൺലി വിത്ത് 1 അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് ഫോർ 1 ലെവൽ ഓഫ് എക്സാമിനേഷൻ. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ മെട്രിക്കുലേഷൻ ലെവലിൽ എന്താണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ മെട്രിക്കുലേഷൻ ലെവലിൽ നിങ്ങൾ എഴുതുന്ന എല്ലാ എക്സാംസിനും വേണ്ടിയിട്ട് എന്തായിരിക്കും, ഒറ്റ ഹാൾ ടിക്കറ്റ് ആയിരിക്കും. അതുപോലെ +2 ലെവലിൽ എഴുതുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്തായിരിക്കും, അതിന് സെപ്പറേറ്റ് ഒരു ഹാൾ ടിക്കറ്റ് ആയിരിക്കും. അങ്ങനെ ആയിരിക്കും വരിക എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഓരോ ലെവലിലും നടക്കുന്ന എക്സാം, ഇപ്പോൾ ഈ പറയുന്ന മെട്രിക്കുലേഷൻ ലെവലിൽ നടക്കുന്ന ഒരു എക്സാം ആണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒറ്റ എക്സാമിന് മാത്രം അവിടെ അപ്പിയർ ചെയ്താൽ മതി. ഓക്കെ, ഒരു ലെവലിൽ ഒരു എക്സാമിന് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അവിടെ അപ്പിയർ ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇത് രണ്ട് സ്പെസിഫൈ ചെയ്ത് പറയുന്നത് കോമൺ കാൻഡിഡേറ്റ്സിൻ്റെ കേസിൽ മാത്രമാണ്. ഓക്കെ, കോമൺ കാൻഡിഡേറ്റ്സിൻ്റെ കേസിൽ മാത്രമാണ് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അവിടെ നിന്ന് എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഏകദേശം ഒരുപാട് പോസ്റ്റുകളുണ്ട്. എല്ലാ പോസ്റ്റുകളിലേക്കും നമ്മൾ പോകുന്നില്ല. ബട്ട് എല്ലാത്തിൻ്റെയും ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. ആൻഡ് ഓരോന്നിലെ സെപ്പറേറ്റ് വേക്കൻസിനേക്കാൾ കൂടുതൽ റീജിയണൽ ബേസിസിൽ ഈ വേക്കൻസീസ് ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു URL നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളിപ്പോൾ കൂടുതലും അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് കേരള കർണാടക റീജിയനൊക്കെ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കുക. നമുക്ക് അവിടെയല്ല, ഏത് റീജിയനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സോ ഓരോ റീജിയനിലും ഓരോ കാറ്റഗറിയിൽ ഏതൊക്കെ പോസ്റ്റുകളിലേക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു URL നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഏകദേശം 300 സംതിങ് പോസ്റ്റുകൾ നമുക്ക് വരുന്നുണ്ട്, 350+ പോസ്റ്റുകൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അത്രയും പോസ്റ്റുകൾ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ആ ഒരു റീജിയണൽ വൈസ് എങ്ങനെയാണെന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക. പക്ഷെ അതിനേക്കാൾ സ്പെസിഫൈ ചെയ്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഈ പോസ്റ്റുകളുടെ സ്പെഷ്യാലിറ്റി, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു അവസരം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുക, മറ്റൊന്നുമല്ല, സ്പെസിഫിക് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് മാത്രമായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന ചില പോസ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ചില പർട്ടിക്കുലർ ഗ്രാജുവേഷൻ ഉള്ളവർക്ക് മാത്രം. ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന പോലെ SIFNET അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിഷറീസിലൊക്കെ ഇൻസ്ട്രക്ടർ പോസ്റ്റ് എന്ന് പറയുന്നത് അത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് മാത്രം എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ പോസ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം, അല്ലേ. അതുപോലെ തന്നെ ലീഗൽ ഡിപ്പാർട്ട്മെന്റിൽ LLB അല്ലെങ്കിൽ ലോയിൽ ഗ്രാജുവേഷൻ ഉള്ളവർക്ക് മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന പോസ്റ്റുകളുണ്ട്. ലെജിസ്ലേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് അതുപോലെ മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസിലൊക്കെ ലീഗൽ അസിസ്റ്റന്റ് പോസ്റ്റുകളിലേക്ക് ലോയിൽ ഗ്രാജുവേഷൻ ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റൂ. അപ്പോൾ ഇതിലൊക്കെ ചില പോസ്റ്റുകളിലേക്ക് ഈ പറഞ്ഞ വേക്കൻസീസ് കുറച്ച് ലിമിറ്റഡ് ആയിരിക്കും. എങ്കിൽ പോലും ആ ഒരു സ്പെസിഫിക് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റൂ, ഈ പറയുന്ന പോസ്റ്റുകളിലേക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റൂ, അല്ലേ. അതുപോലെ തന്നെ ഫിസിക്സ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ഒരുപാട് പോസ്റ്റുകൾ വരുന്നുണ്ട്. ഈ
പറയുന്ന സീനിയർ സയന്റിഫിക് അസിസ്റ്റന്റ്, അതുപോലെ എന്താണ് ഫാർമസി, B.Pharm ഒക്കെ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ അവർക്ക് ഫാർമസിസ്റ്റ് വരുന്നുണ്ട്. ആൻഡ് ബയോ കെമിസ്ട്രി ആൻഡ് ന്യൂട്രീഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ അവർക്ക് എന്താണ് ബയോ കെമിസ്ട്രി ആൻഡ് ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഡെമോൺസ്ട്രേറ്റ്, അങ്ങനെ കുറെ പോസ്റ്റുകൾ വരുന്നുണ്ട്. ഈവൻ നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തവർക്ക്, BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തവർക്ക് പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് ഓഫീസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ അഗ്രികൾച്ചർ ലൈഫ് സയൻസ് ഒക്കെ അവർക്ക് എന്താണ് ഈ പറയുന്ന പ്ലാന്റ് ആൻഡ് പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ സയന്റിഫിക് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോർഷൻ വരുന്നുണ്ട്. സോ ഇങ്ങനെ കൊമേഴ്സ്, ലോ റെലവന്റ് ഒക്കെ എടുത്തവർക്ക് എന്താണ് LB ലോ ഒക്കെ എടുത്തവർക്ക് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ്, സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ്, അതുപോലെ എന്താണ് പല ഡിപ്പാർട്ട്മെന്റുകളിലായിട്ട് ഈ ലെവലിൽ പോസ്റ്റുകൾ വരുന്നുണ്ട്. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ നമ്മൾ ഈ പറയുന്ന ഒരു സ്പെസിഫിക് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അല്ലെങ്കിൽ ആ ഒരു ഗ്രാജുവേഷൻ ഉള്ളവർക്ക് മാത്രമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, മെൻഷൻ ചെയ്തിരിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ ലാംഗ്വേജിലും ലിറ്ററേച്ചറിലും ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, ലാംഗ്വേജിലും ലിറ്ററേച്ചറിലും ഒക്കെ ഗ്രാജുവേഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പല ഡിപ്പാർട്ട്മെന്റിൽ ഈ പറയുന്ന ലാംഗ്വേജ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പോസ്റ്റുകളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ നമുക്കറിയാം വളരെ കുറച്ച് പേര് മാത്രം പഠിക്കുന്നതാണ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്. അതും റോഡ് ട്രാൻസ്പോർട്ടിലും മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ആയിട്ട് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റന്റ് പോസ്റ്റുകൾ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചില പോസ്റ്റുകളിലൊക്കെ വേക്കൻസീസ് ചിലപ്പോൾ ലിമിറ്റഡ് ആയിരിക്കും. പക്ഷേ ഓഫ് കോഴ്സ് നമുക്കറിയാം ചില കോഴ്സുകളിൽ ഗ്രാജുവേഷൻ ഉള്ള ആസ്പിറൻസിന്റെ എണ്ണം എന്താണ് വളരെ കുറവാണ്. സോ അങ്ങനത്തെ പോസ്റ്റുകളൊക്കെ വരുമ്പോഴത്തേക്ക് ഓഫ് കോഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വലിയൊരു ചാൻസ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഒരിക്കലും അങ്ങനെ എന്ത് ചെയ്യേണ്ട. അതുപോലെ കൊമേഴ്സ് അക്കൗണ്ടൻസി ഒക്കെ കംപ്ലീറ്റ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ അവിടെ ജൂനിയർ അക്കൗണ്ട്സ് ഓഫീസർ വരുന്നുണ്ട്. ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട റെലവന്റ് ഡിഗ്രി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ NCCയിലോ അല്ലെങ്കിൽ ഡയറക്ടർ ജനറലിലേക്ക് എന്താണ് ഗേൾ കാഡറ്റ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പോസ്റ്റ് വരുന്നുണ്ട്. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ കംപ്ലീറ്റ് ചെയ്തവർക്കാണെങ്കിൽ പോലും അവർക്കും ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്. ഈ പറയുന്ന വാട്ടർ ബോർഡ്, സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡിലേക്ക് എന്താണ് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റുകളിലേക്കൊക്കെ വരുന്നുണ്ട്. ദെൻ ജിയോ ഫിസിക്സും അല്ലെങ്കിൽ എന്താണ് ഫിസിക്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റ് വരുന്നുണ്ട്. സോ അങ്ങനത്തെ കുറേ അല്ല, ഇപ്പൊ ജിയോളജി കംപ്ലീറ്റ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ അവർക്കും എന്ത് വരുന്നുണ്ട്, ഓരോരുത്തരും കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരുന്നുണ്ട്, അതിനനുസരിച്ചുള്ള വരുന്നുണ്ട്. ദെൻ നമുക്കറിയാം ആന്ത്രോപോളജി ഒക്കെ പഠിക്കുന്ന നമുക്കറിയാം ഗ്രാജുവേഷൻ വളരെ കുറവാണ് അല്ലെ, ഗ്രാജുവേഷൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും. സോ അവരെ സംബന്ധിച്ച് ആന്ത്രോപോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ റിസർച്ച് അസോസിയേറ്റ് പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് അല്ലേ. സോ ഇങ്ങനെ സ്പെസിഫിക് ഗ്രാജുവേഷൻസ് ഉള്ളവർക്ക് മാത്രമായിട്ട് വരുന്ന ഒരുപാട് പോസ്റ്റുകളുടെ ഒരു നീണ്ട നിര നമുക്ക് ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കാണാനായിട്ട് പറ്റും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിലും ഒരുപാട് വേക്കൻസീസ് ഉള്ളതിനപ്പുറത്തേക്ക് ലിമിറ്റഡ് ആയിട്ട് എക്സാമിന് അപ്ലൈ ചെയ്യുന്ന എണ്ണോ ലിമിറ്റഡ് ആയിരിക്കും. അതിലേക്കുള്ള വലിയ സാധ്യതകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വരുന്നുണ്ടല്ലേ. ആൻഡ് എക്സാമ്പിൾ കെമിസ്ട്രി അല്ലെങ്കിൽ ടോക്സിക്കോളജി ഒക്കെ പഠിച്ചവർ, സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചവരാണെങ്കിൽ റിസർച്ച് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ് വരുന്നുണ്ട് അല്ലെ, സെൻട്രൽ വാട്ടർ പവർ റിസർച്ച് സ്റ്റേഷനിൽ വരുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തവരാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് മെക്കാനിക്കൽ കാറ്റഗറിയിലും ഇതേ പോസ്റ്റ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഇലക്ട്രോണിക്സ് എടുത്തവർക്കും സെയിം പോസ്റ്റ് ഇലക്ട്രോണിക്സ് കാറ്റഗറിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, അതുപോലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ എടുത്തവർക്കാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് സെയിം പോസ്റ്റ് റിസർച്ച് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ് വരുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് എടുത്തവർക്കും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല കാറ്റഗറിയിൽ എടുത്തവർക്കും എന്താണ് ഒരേ പോസ്റ്റുകളിലേക്ക് അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് മാറി അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട് അല്ലേ. ഞാൻ ജിയോ ഫിസിക്സ് കംപ്ലീറ്റ് ഫിസിക്സ് ഒക്കെ നമ്മൾ വീണ്ടും പറഞ്ഞു ഒരുപാട് കാറ്റഗറീസ് വരുന്നുണ്ട്. ഈവൻ മാത്തമാറ്റിക്സ് എടുത്തവരാണെങ്കിലും സെയിം ഡിപ്പാർട്ട്മെന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ റിസർച്ച് അസിസ്റ്റന്റ് പോർഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്താണ് റിസർച്ച് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ് ഈ സെൻട്രൽ വാട്ടർ പവർ റിസർച്ച് സ്റ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റിനകത്ത് ഓരോ കാറ്റഗറി ഇപ്പം ഇത്രയും സബ്ജക്ട്സ് ഗ്രാജുവേഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വേക്കൻസീസ് അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുക, മനസ്സിലാക്കാനായിട്ട് പറ്റുക. അപ്പോൾ ഇതാണ് സെലക്ഷൻ പോസ്റ്റുകളിലെ പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാ പോസ്റ്റുകളും നമുക്ക് കാണാനായിട്ട് പറ്റുന്നതിൽ മറ്റു കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ പറയുന്ന സെലക്ഷൻ പോസ്റ്റുകളുടെ കേസിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അല്ലേ. അപ്പോൾ പ്രധാനമായിട്ടുള്ളൊരു ചേഞ്ച്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചേഞ്ച് എന്ത് ചെയ്തിട്ടുണ്ട്, SSC ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് സെക്ഷണൽ ടൈമർ എന്നുള്ളത് തന്നെയാണ്. അതിന് വരാൻ പോകുന്ന എക്സാമിലേക്ക് എത്രത്തോളം വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് അനലൈസ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരുപാട് പോസ്റ്റുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഏകദേശം 3003+ വേക്കൻസീസ് ആണ് ടോട്ടലായിട്ട് എന്ത് ചെയ്യുക വരിക എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുക അല്ലേ. നിലവിൽ ഇത്രയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടെൻറ്റേറ്റീവ് ആണ്, പിന്നെയും വേണമെങ്കിൽ ചേഞ്ചസ് ഉണ്ടാകാം. അപ്പോൾ ഇത്രയും വേക്കൻസി നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓരോ സ്പെസിഫിക് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് മാത്രമായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന പോസ്റ്റുകളും ഉണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരും നോക്കി അല്ലെങ്കിൽ ഈ അപ്ഡേറ്റ്സ് എല്ലാം കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഇവൻ ഫ്രഷേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ആൻഡ് ഈ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എക്സാം പാറ്റേണുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കൂടുതൽ ചേഞ്ചസും കൂടുതൽ അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ വരുന്നതായിരിക്കാം. സോ കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ടിൽ ദെൻ ഓൾ ദ ബെസ്റ്റ്, സീ യു.